ഗുരു ഒരു വലിയ കവാടം പോലെയാണ്. അതിലൂടെ ശിഷ്യന് ആധ്യാത്മയിലൂടെ നടന്നു നീങ്ങാം. അതിന് ശിഷ്യൻ ഗുരുവിൻ്റെ ഉള്ളിലേക്ക്, ഹൃദയ ഗുഹയിലേക്ക് പ്രവേശിക്കണം. ആ പ്രവേശിഷൻ മാനസികമായി തയ്യാറുമ്പോൾ മാത്രമേ ശിക്ഷണം ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ഗുരുവിൻ്റെ ഭാവം പ്രകടമാകുന്നുള്ളൂ. മനസ്സിൻ്റെ കൊച്ചു കൊച്ചു ജാലങ്ങളോടെ നമുക്ക് കാണുന്ന അതാണ് ഞാൻ, അതാണ് എൻ്റെ ലോകം എന്ന് നമ്മളെല്ലാം വിശ്വസിക്കും. ആ ചെറിയ തുണ്ടല്ല ഞാൻ, ആകാശം മുഴുവനും എൻ്റേതാണ്, ഞാൻ പൂർണ്ണതയാണ് എന്നുള്ള ബോധം ഉണർത്താൻ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനും വിശ്വസ്തനുമായ സുഹൃത്താണ് ഗുരു. ശിഷ്യൻ്റെ പ്രേമത്തോടും വിശ്വാസത്തോടും ക്ഷമയോടുമുള്ള കാത്തിരിപ്പാണ് ഗുരുവിൻ്റെ ഹൃദയം അലിയിക്കുന്നത്. അപ്പോഴാണ് ഗുരുകൃപ ശിഷ്യനിലേക്ക് ഒഴുകുന്നത്. ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ പൗത്രത്തെക്കുറിച്ചും അമ്മ എപ്പോഴും മക്കളെ ഓർമ്മിപ്പിക്കാറുണ്ട്. വേഗത്തിൽ വിശ്വാസത്തിന് ഉറച്ച ഭക്തിയും ആത്മസമർപ്പണവുമാണ് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കാതലായ തത്വം. ഇതൊന്നും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. വളരെയധികം ക്ഷമയും നിരന്തരമായ പരിശ്രമവും ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാം. നല്ലൊരു വിഭാഗം മക്കളും അമ്മയെ കണ്ടതിന് ശേഷം അമ്മയോടുള്ള സ്നേഹം കൊണ്ടും ആത്മഹത്യയിലേക്ക് തിരിഞ്ഞവരാണ് കൂടുതൽ മക്കളും. അല്ലാതെ ഈശ്വരനെ കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ട് പുസ്തകങ്ങൾ വായിച്ച് ജിജ്ഞാസയായിട്ട് അത്ര എത്തിയവരല്ല കൂടുതലും പേര്. പക്ഷേ എന്നും പറഞ്ഞ് മക്കൾക്ക് സംസ്കാരം ഇല്ലാതല്ല, അത് വരണമെങ്കിലും ഒരു പൂർവ്വജന്മ സംസ്കാരം മക്കുണ്ടാകണം. ജിജ്ഞാസുക്കളല്ലാതെ അമ്മയുടെ ഇഷ്ടം കൊണ്ട് വന്ന് സ്നേഹം കൊണ്ട് വന്ന മക്കളാണ്. അതിൻ്റേതായ കുറവുകളും ദുർബലങ്ങളും മക്കൾ കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. അതൊരു കുറവായി അമ്മ ഒരിക്കലും കാണുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ അറിവില്ലായ്മ ആയി മാത്രമേ അമ്മ അത്തരം തെറ്റുകളെ കാണാറുള്ളൂ. ഒരമ്മ മക്കളോട് കാട്ടുന്നതിലുപരിയായി വാത്സല്യത്തോടും കാരുണ്യത്തോടും ക്ഷമയോടുമാണ് അമ്മ മക്കളുടെ ദുർബലതകളെ തിരുത്താൻ ശ്രമിക്കുന്നത്. മക്കളെ വിമർശിക്കാനോ ആവശ്യമില്ലാതെ കുറ്റബോധം ഉണ്ടാക്കാനോ അമ്മ ശ്രദ്ധിക്കാറില്ല. മക്കൾ എങ്ങനെ ഈ മാർഗത്തിൽ പിടിച്ചു നിൽക്കണം, മക്കളിലൂടെ ലോകത്തിന് നന്മയുണ്ടാകണം എന്ന് മാത്രമേ അമ്മ ചിന്തിക്കാറുള്ളൂ. മക്കൾക്ക് അമ്മയിലുള്ള വിശ്വാസം നശിച്ചേക്കാം, എന്നാൽ അമ്മയ്ക്ക് മക്കളുള്ള വിശ്വാസം നശിക്കില്ല. കാരണം അമ്മയെ സംബന്ധിച്ചോളം ഇത് കേവലം ബാഹ്യമായ ഒരു ബന്ധം മാത്രമല്ല, ആധ്യാത്മ ബന്ധത്തിൻ്റെ ശക്തിയും പ്രേമമാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ലോകമെമ്പാടും കോടിക്കണക്കിന് മക്കൾ അമ്മയെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയും സനാതനധർമ്മത്തിന് വേണ്ടിയും ഗുരുശിഷ്യ പരമ്പരയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ചില നിയമങ്ങളും ചിട്ടയും ഉണ്ടായേ പറ്റൂ. ആധ്യാത്മികമാർഗവും ബ്രഹ്മചര്യവും സന്യാസവും എല്ലാവർക്കും സാധ്യമല്ല. ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ടും ഒരാൾക്ക് സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാം. യഥാർത്ഥ ഗൃഹസ്ഥാശ്രമി സന്യാസിയാണ്. ഗൃഹസ്ഥ ആയാലും സന്യാസി ആയാലും ത്യാഗമില്ലാതെ ആധ്യാത്മിക ജീവിതം സാധിക്കില്ല. ഇവിടെ കുറുക്ക് വഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് ഇവിടെ ഗുരു ശിഷ്യമില്ല, അമ്മയും മക്കളുമേ ഉള്ളൂ. ഞാൻ അമ്മ എപ്പോഴും അമ്മയെ എന്നെ തന്നെയല്ല ഉള്ളത്. എന്നാൽ മക്കൾ എപ്പോഴും കുട്ടികളെ പോലെ തന്നെയാണ്, ശിഷ്യരായിട്ടില്ല. അമ്മ പറയാനുള്ള ഗുരുവിൻ്റെ ക്ഷമയാണ് ശിഷ്യൻ്റെ മോചനം. ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇത് ലോകം. അതിനടുക്കിരുന്നൊരു വൈരാഗ്യം കിട്ടാൻ വിഷമമാണ്. പഞ്ചസാര നാക്കി ഇട്ടിട്ട് വെള്ളം വരണ്ടെന്ന് കഷ്ടമാണ്. നമ്മൾ ഡോക്ടറാകാൻ എത്ര വർഷം പഠിക്കുന്നു, എഞ്ചിനീയറാൻ എത്ര വർഷം പഠിക്കുന്നു. പക്ഷേ അത്ര സമർപ്പണത്തോടും ത്യാഗത്തോടും ഉള്ള വൈരാഗ്യം പല മക്കളിലും കാണാറില്ല. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും കുട്ടികളായിരിക്കുന്നത് നമ്മൾ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ എൻ്റെ പുറകെ പോകുന്നുണ്ടെന്ന് പറയാം. ഒന്ന് ഓർക്കാൻ വേണ്ടി അമ്മ പറയുന്നതാണ്, മക്കളെ കുറ്റപ്പെടുത്തുകയല്ല. ബാഹ്യമായ കണ്ണ് നാനാത്വം മാത്രമേ കാണൂ. അത് ഭോഗത്തിൻ്റെ കണ്ണുകളാണ്, ത്യാഗത്തിൻ്റേതല്ല. ആ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കുമ്പോൾ ഗുരുവിൽ പല കുറ്റങ്ങളും കുറവുകളും കാണും. അത് ഗുരുവിൻ്റെ കുറ്റമോ കുറവോ അല്ല, സ്വന്തം മനസ്സിൽ പതിഞ്ഞ എണ്ണമറ്റ ചിത്രങ്ങളാണ് അത്തരം കണ്ണുകളിലൂടെ കാണുന്നത്. മനസ്സുള്ളിടത്തോളം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അവ ആത്മീയ ലക്ഷ്യം സബലീകരിക്കാൻ സഹായിക്കുന്നവയാകണം. എല്ലാത്തിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ലക്ഷ്യത്തോടുള്ള പ്രേമവും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം. ഗുരുവിനോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവ പ്രകടിപ്പിക്കുന്നത് ശരിയായ വാക്കുകളായിരിക്കില്ല. പക്ഷേ ആ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന ഭാവങ്ങൾ ഹൃദയത്തിൻ്റെ ഭാവമായിരിക്കാം. അതുകൊണ്ട് ഗുരുവിനോടുള്ള ചോദ്യങ്ങൾ സ്വന്തം അഹങ്കാരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിറയുന്ന പ്രേമത്തിൽ നിന്നാണ് ജനിക്കേണ്ടത്. ശിഷ്യൻ്റെ അറിവില്ലായ്മ അഹങ്കാരം ഗുരു അങ്ങേയറ്റം ക്ഷമിക്കും, കാരുണ്യപൂർവ്വം തിരുത്താൻ ശ്രമിക്കും. ശിഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഗുരു
ഹൃദയത്തിൽ ഭൂമിയോളം ക്ഷമയും ആകാശത്തോളം വിശാലതയും കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഗുരുവിൻ്റെ ദുർബലതയല്ല, അനന്തമായ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ബോധം ശിഷ്യന് ക്രമേണ ഉണ്ടാവണം. ഗുരുവിൽ ജഗന്മാതാവിനെ ജഗൽപിതാവിൻ്റെ ഭാവങ്ങൾ ഒരുപോലെയുണ്ട്. തുടക്കം മാതൃഭാവത്തിന് ശുദ്ധമായ പ്രേമത്തിലും വാത്സല്യത്തിലുമായിരിക്കും. ക്രമേണ പിതൃഭാവത്തിൻ്റെ ശിക്ഷണത്തിൽ പരിണമിക്കും. ഗുരുവിൻ്റെ നിരുപാധികമായ പ്രേമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ശിഷ്യൻ്റെ മനസ്സിനെ ആധ്യാത്മിക ശിക്ഷണത്തിന് പരിപാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. വൃന്ദാവനത്തിലായപ്പോൾ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വീടുകളിൽ നിന്ന് വെണ്ണ കവർന്നെടുക്കുകയും അവരോടൊപ്പം ആടുകയും പാടുകയും ചെയ്തു. അവരുടെ കൊച്ചു കൊച്ചു പിടിവാശിയും അസൂയയും കുശുമ്പും കുസൃതികളുമൊക്കെ ആസ്വദിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം തുള്ളി. അവരുടെ അറിവില്ലായ്മ പ്രേമപൂർവ്വം ക്ഷമിച്ചു. നാം മധുരയിലേക്ക് പോയപ്പോൾ നിസ്സംഗനായ മഹാഗുരുവായി. വൃന്ദാവനത്തിലായപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു അമ്മയെപ്പോലെയും അതേസമയം ഒരു നിഷ്കളങ്കനായ കുഞ്ഞിനെപ്പോലെയും ആയിരുന്നു. എന്നാൽ മധുരയിലേക്ക് പോയ നിമിഷം മുതൽ അദ്ദേഹത്തിന് പിതൃഭാവമായിരുന്നു. ഗോപികമാരിൽ മനോപക്വതയും ആത്മീയ ബോധവും വളർത്താൻ വേണ്ടിയുള്ള ശിക്ഷണത്തിന് തുടക്കമായിരുന്നു. ഗുരു ഒരു വലിയ കവാടം പോലെയാണ്. അതിലൂടെ ശിഷ്യന് ആധ്യാത്മയിലൂടെ നടന്നു നീങ്ങാം. അതിന് ശിഷ്യൻ ഗുരുവിൻ്റെ ഉള്ളിലേക്ക്, ഹൃദയഗുഹയിലേക്ക് പ്രവേശിക്കണം. ആ പ്രവേശന ശിഷ്യൻ മാനസികമായി തയ്യാറുമ്പോൾ മാത്രമേ ശിക്ഷണം ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ഗുരുവിൻ്റെ ഭാവം പ്രകടമാകുന്നുള്ളൂ. അവനവനിലെ പൂർണ്ണത്വം അറിയാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഗുരു പൂർണിമ. മനസ്സിൻ്റെ കൊച്ചു കൊച്ചു ജാലങ്ങളോട് നമുക്ക് കാണുന്ന അതാണ് ഞാൻ, അതാണ് എൻ്റെ ലോകം എന്ന് നമ്മളെല്ലാം വിശ്വസിക്കും. ആ ചെറിയ തുണ്ടല്ല ഞാൻ, ആകാശം മുഴുവനും എൻ്റേതാണ്, ഞാൻ പൂർണ്ണതയാണ് എന്നുള്ള ബോധം ഉണർത്താൻ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനും വിശ്വസ്തനുമായ സുഹൃത്താണ് ഗുരു. സദ്ഗുരുവിൻ്റെ ശിക്ഷണം ശിക്ഷയല്ല, അത് ശിഷ്യന് രക്ഷയാണ്. ആഗ്രഹങ്ങളുടെയും സ്വാർത്ഥചിന്തയുടെയും പിടിയിലായാൽ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നിറഞ്ഞോളം അപാരമായ കാരുണ്യവും നിസ്വാർത്ഥതയും അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല. ശിഷ്യൻ്റെ പ്രേമത്തോടും വിശ്വാസത്തോടും ക്ഷമയോടുമുള്ള കാത്തിരിപ്പാണ് ഗുരുവിൻ്റെ ഹൃദയം അലിയിക്കുന്നത്. അപ്പോഴാണ് ഗുരുകൃപ ശിഷ്യനിലേക്ക് ഒഴുകുന്നത്.